വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അവിടുത്തെ സ്വരം ശ്രവിക്കുവാനും അത് ധ്യാനിക്കുവാനുമായി ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിലെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും അവിടുത്തെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. അവയെല്ലാം അങ്ങയുടെ ആത്മാവിൻ്റെ അഗ്നിയിൽ എരിഞ്ഞില്ലാതാകട്ടെ. ഈശോയെ, ഞങ്ങളുടെ പരിമിതികളിലും അങ്ങ് പറയുന്നത് ഗ്രഹിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബങ്ങളുടെയും വ്യക്തിജീവിതത്തിൻ്റെയും മേൽ അങ്ങ് വലിയ കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന തലക്കെട്ടോടുകൂടി തുടങ്ങുന്ന ആ വചനഭാഗത്തിൻ്റെ ഇടയിൽ നൽകിയിരിക്കുന്ന ഏതാനും വചനങ്ങളാണിത്. അവിടെ യേശു പ്രത്യേകമായി ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം ഓരോരുത്തരും അവിടുത്തെ സുഹൃത്തുക്കളാണെന്ന് വീണ്ടും വീണ്ടും വചനത്തിലൂടെ പറയുന്നു. പ്രിയമുള്ളവരെ, യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, യേശു മനുഷ്യരുടെ ഇടയിൽ വസിച്ചത്, അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഈ സൗഹൃദമാണ്. ദൈവം എന്നതിലുപരി ആ ദൈവികതയൊക്കെ മറികടന്ന് സാധാരണ മനുഷ്യനായി എല്ലാവരുടെയും ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണല്ലോ സുവിശേഷങ്ങളിലുടനീളം നമുക്ക് കാണാൻ കഴിയുക. അതുതന്നെയാണ് ഈ ഒരു വചനഭാഗത്തും അവിടുന്ന് പറയുക: ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. നമുക്കോരോരുത്തർക്കും തമ്പുരാനോട് ഒരു പ്രത്യേക സൗഹൃദമുണ്ടായിരിക്കുക എന്നുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു ഇപ്രകാരം ഒരു സൗഹൃദം എല്ലാവരുമായും കാത്തു സൂക്ഷിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം 4-ാം തിരുവചനത്തിലും നമ്മൾ ഇപ്രകാരം വായിക്കും: എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. യേശു ചുറ്റുമുള്ളവർക്ക്, ഈ ലോകത്തിലുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, ആ മുന്നറിയിപ്പ് നൽകുമ്പോൾ
തൻ്റെ മുൻപിലുള്ളവരെ അവിടുന്ന് അഭിസംബോധന ചെയ്യുന്നത് സ്നേഹിതരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇത് യേശുവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഈ ലോകത്ത് മനുഷ്യർ വിശ്വസിക്കുന്ന മറ്റ് ദൈവങ്ങളുണ്ടല്ലോ. പക്ഷേ മറ്റ് മതങ്ങളിലോ മറ്റ് ദൈവവിശ്വാസങ്ങളിലോ ഒന്നും ഇത്തരമൊരു കാര്യം നമുക്ക് കാണാൻ കഴിയില്ല. ദൈവം നമ്മെ സ്നേഹിതരായി സുഹൃത്തുക്കളായി കാണുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ തന്നെ 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ നിൽക്കുന്ന യേശുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, യേശുവിന് എപ്പോഴും കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു ഭവനമാണ് ലാസറിൻ്റേത്. ഒരുപക്ഷെ അവർ വിളിക്കാതെ, അവർ ക്ഷണിക്കാതെ പോലും തമ്പുരാൻ പലവട്ടം അവിടെ പോയിട്ടുണ്ടാകും. ലാസർ മരിച്ച അവസരത്തിൽ യേശു ആ ഭവനത്തിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. യേശു വരുന്നതറിഞ്ഞിട്ട് മർത്ത ആദ്യം തമ്പുരാൻ്റെ അടുക്കലേക്ക് വരും. അതിനുശേഷം അവളുടെ സഹോദരിയെ പോയി വിളിച്ചുകൊണ്ടുവരും. വഴിയരികിൽ നിന്നുള്ള ഒരു സംഭാഷണമുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ ഇപ്രകാരമാണല്ലോ നമ്മൾ വായിക്കുക. ഇവരെല്ലാം യേശുവിനോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. നീ വന്നത് അല്പം വൈകിപ്പോയി. ഇതാ, ഈ മനുഷ്യൻ മരിച്ചിട്ട്, ലാസർ മരിച്ചിട്ട് 4 ദിവസങ്ങളോളമായി. ഇപ്പോഴാണോ നീ വരുന്നത് എന്ന് പറഞ്ഞ് പരാതി പറയുന്നവരുടെ ഒരു കൂട്ടമാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ. പക്ഷേ അവിടെ ഇപ്രകാരം വചനം പറയുന്നുണ്ട്. 11-ാമത്തെ അധ്യായം 35-ാം തിരുവചനം. യേശു കണ്ണീർ പൊഴിച്ചു. 34-ാമത്തെ തിരുവചനം മുതൽ ഇപ്രകാരമാണ് വായിക്കുക. അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവെ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. യേശു ലാസറിനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം യേശു ദൈവമാണ്. എന്നാൽ ലാസറാകട്ടെ സാധാരണ ഒരു മനുഷ്യൻ. ഒരുപാട് വേദനകളിലൂടെയൊക്കെ കടന്നുപോയ, അല്ലെങ്കിൽ നമ്മെപ്പോലെയൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ലാസർ. എന്നിട്ടും വചനം പറയുന്നു, യേശു അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇതുപോലെയുള്ള ഒരു സൗഹൃദം യേശു പലരുമായിട്ടും കാത്തു സൂക്ഷിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലാസറിനെ പിന്നീട് അവിടുന്ന് ഉയിർപ്പിക്കും. മരണമടഞ്ഞിട്ട് 4 ദിവസങ്ങളായ ആ മനുഷ്യനെ യേശു ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരികെ കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാരണം യേശു ആ മനുഷ്യനെ അത്രയധികം സ്നേഹിച്ചതാണ്. യേശുവിന് അദ്ദേഹവുമായി അത്ര വലിയ സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൽ നമ്മൾ യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം ഒരുപാട് തവണ ഒരുപക്ഷെ നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ താബോർ മലയുടെ മുകളിൽ വെച്ച് തമ്പുരാൻ രൂപാന്തരപ്പെടുന്നു. അവൻ്റെ വസ്ത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങി. അവന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പ്രിയമുള്ളവരെ, ആ കാഴ്ച, ആ അത്ഭുതം കാണാൻ കഴിഞ്ഞത് 3 പേർക്കാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. നമുക്കറിവുള്ള ഒരു കാര്യമാണത്. അതായത് തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും യേശു ഈ 3 പേരെ പ്രത്യേകമായി സ്നേഹിച്ചിരുന്നു. എവിടെയൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ, എവിടെയെല്ലാം ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ, ഇവർക്ക് ദൈവം പ്രത്യേകമായി അതെല്ലാം കാണാനും അനുഭവിക്കുവാനുമുള്ള ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ടായിരുന്നു. മറ്റ് ശിഷ്യന്മാരൊന്നും ഈ സമയം തമ്പുരാൻ്റെ ഒപ്പമില്ല. പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമാണ്. അതായത് അവരുമായി യേശുവിന് ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നമ്മെ സ്നേഹിതരാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മോട് സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്നു. തിരിച്ച് നമുക്ക് എത്രമാത്രം ആ ആഗ്രഹമുണ്ട്. മലാഖിയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരമാണ്. റിട്ടേൺ ടു മീ, ഐ വിൽ റിട്ടേൺ ടു യു. നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരിക, ഞാൻ നിങ്ങളിലേക്കും മടങ്ങി വരും.
അതായത് ദൈവം നമ്മുടെ അരികിലേക്ക് വരാൻ എപ്പോഴും കൊതിയോടെ ആഗ്രഹത്തോടെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു ആഗ്രഹം നമുക്ക് തിരിച്ചുമുണ്ടാകണം. വീണ്ടും മർക്കോസ് അറിയിച്ച സുവിശേഷം 5-ാം അധ്യായത്തിൽ ജായിറോസിൻ്റെ മകളെ യേശു ഉയർപ്പിക്കുന്ന വലിയ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പേര് യേശുവിൻ്റെ ചുറ്റുമുണ്ട്. ഒത്തിരി മനുഷ്യർ യേശു വരുന്നത് അറിഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ യേശു ഈ അത്ഭുതം നടക്കുന്ന ഇടത്തേക്ക് കൂടെ കൂട്ടുന്നത് ഇവരെ 3 പേരെയുമാണ്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഒപ്പം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള സുപ്രധാന ഘട്ടങ്ങളിലെല്ലാം ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ 3 പേരും. അതായത് യേശുവിന് എപ്പോഴും ആ ഒരു സൗഹൃദം ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യരോട് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. ആ സൗഹൃദത്തിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചുരുക്കം ചില വാക്കുകളാകാം. ആദ്യം നമ്മൾ അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണെന്ന് കരുതുക. തുടക്കത്തിലൊന്നും അദ്ദേഹത്തോട് സംസാരിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടാകില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് മടുപ്പുളവാക്കും. എങ്കിലും പിന്നീട് ഒരു പ്രാവശ്യം കൂടി കാണുമ്പോൾ ആ അടുപ്പം അല്പം കൂടി വളരും. പിന്നെയും കാണുമ്പോൾ അത് കുറേ കൂടി വളരും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ തുടർച്ചയായിട്ട് കാണുകയും തുടർച്ചയായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് വളരെ വലിയ ഒരു അടുപ്പം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടും. പിന്നീട് നമുക്കറിയാം, ആ വ്യക്തിയെ കാണാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒരു പക്ഷേ നമ്മൾ ചെന്നെത്തും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരാഗ്രഹം അത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഉള്ളതാണല്ലോ. കുറേ നാൾ അവരെ കാണാതിരുന്നിട്ട് ഒരുപക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കാണുമ്പോൾ വർണ്ണിക്കാനാകാത്ത ഒരു സന്തോഷം നമ്മുടെ എല്ലാം ഉള്ളിൽ നിറയാറുണ്ട്. ദൈവവുമായിട്ട്, യേശുവുമായിട്ട് ഇതുപോലെയുള്ള ഒരു സൗഹൃദം വളർത്തിയെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. മനുഷ്യരുമായിട്ട് മാത്രം സൗഹൃദവും വ്യക്തിബന്ധവും വച്ചു പുലർത്തുന്നവരായി നമ്മൾ ജീവിക്കരുത്. മറിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ അരികിലുണ്ട്. ആ ദൈവവുമായിട്ട് ഇതുപോലെയുള്ള ഒരു വ്യക്തിബന്ധം നമ്മിൽ രൂപപ്പെടണം. ഞാൻ പറഞ്ഞു, നമുക്കിഷ്ടമുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും കടന്നു ചെല്ലും. അവരെ കാണാൻ ആഗ്രഹിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ മുഴുവൻ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പറയുക. യേശുവുമായിട്ട് ഇതുപോലെയുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, വിശുദ്ധ കുർബാനയുടെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. കാരണം മറ്റ് എവിടെ എന്നതിനേക്കാൾ ഉപരി യേശു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരിടം അത് സക്രാരിക്കുള്ളിലാണ്, നമ്മുടെ ദേവാലയത്തിലാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ഈ ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മിൽ രൂപപ്പെടണം. ഒരുപാട് വിശുദ്ധരായവരെല്ലാം അത് ചെയ്തിട്ടുള്ളവരാണ്. മണിക്കൂറുകളോളം ദിവ്യകാരുണ്യത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള എത്രയോ വിശുദ്ധരാണ് നമുക്കുള്ളത്. സൗഹൃദം അല്ലെങ്കിൽ സുഹൃത്ത് എന്നുള്ളതിനുള്ള ഇംഗ്ലീഷ് വാക്ക് കമ്പാനിയൻ എന്നാണ്. ഈ കമ്പാനിയൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരുപക്ഷെ നമ്മിൽ ചിലർക്കറിയാം, ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവർ എന്നതാണ്. ഇതാ യേശു നമ്മോടുള്ള സൗഹൃദം എന്നും നിലനിർത്താൻ ആഗ്രഹിച്ച് ഈ അപ്പത്തിൽ സന്നിഹിതനായിരിക്കുകയാണ്. അവിടുന്ന് അപ്പമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് കടന്നു ചെന്ന് ഈ ഒരു സൗഹൃദം തമ്പുരാനുമായി വളർത്തുന്ന വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് പറ്റണം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം ഇപ്രകാരമല്ലേ പറയുക: ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ദൈവം നമുക്കായിട്ട് വച്ചു നീട്ടുന്ന ഈ സൗഹൃദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന സൗഹൃദം. പ്രിയമുള്ളവരെ, അത് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണല്ലോ ഭക്ഷണത്തിൽ പങ്കുചേരുന്നു എന്നുള്ളത്.
അതുകൊണ്ട് തമ്പുരാനുമായിട്ട് ഈ ഒരു ബന്ധം വളർത്താൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മാർഗമാണ് വിശുദ്ധ കുർബാന. വീണ്ടും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ അവരുടെ സ്വരം ശ്രവിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകും. അവർ പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹം. വാക്കുകളിലൂടെയാണല്ലോ നമ്മൾ മനുഷ്യരെ കൂടുതൽ അറിയുക. നമ്മൾ കുറച്ചൊക്കെ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണോ അതാണ് നമ്മൾ എഴുതുന്നതിലൂടെ പ്രകടിപ്പിക്കുക എന്നാണ് പറയുക. അപ്പോഴത് വായിക്കുന്ന വ്യക്തിക്ക് ആ വാക്കുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇത് എഴുതിയ വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്ന് മനസ്സിലാകും. ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ സ്വരം അത് നമുക്ക് ലഭിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ വഴിയാണ്. ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും യേശുവുമായിട്ടുള്ള വലിയ ഒരു സൗഹൃദം നമ്മിൽ രൂപപ്പെടും. കാരണം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം അവൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അവൻ്റെ വാക്കുകളാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ യേശു ആരെന്ന് കൂടുതൽ അറിയാൻ നമുക്ക് പറ്റും. അതാണല്ലോ വിശുദ്ധ ജെറോം ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുള്ളത്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത യേശുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അതായത് വചനം വായിക്കാത്തവരാണെങ്കിൽ, വിശുദ്ധ ഗ്രന്ഥത്തോട് സ്നേഹമില്ലാത്തവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിനോടുള്ള സൗഹൃദം ഉപേക്ഷിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ചെല്ലുന്ന വ്യക്തികളാകാൻ, വചനം വായിക്കുന്ന മനുഷ്യരാകാനൊക്കെ നമുക്ക് കഴിഞ്ഞാൽ ഈ ഒരു സൗഹൃദം നമ്മിൽ രൂപപ്പെടും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ സ്നേഹിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു രംഗമുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം. തിബേരിയാസ് കടൽ തീരത്ത് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുക. ഉദ്ധിതനായ തമ്പുരാൻ അവിടെ ശിഷ്യന്മാർക്ക് പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു. ഇവരെല്ലാം മീൻ പിടിക്കാനായിട്ട് പോയി തിരികെ വരുമ്പോൾ, കരയിലേക്ക് വരുമ്പോൾ യേശു ചോദിക്കും, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? നമുക്ക് അറിയാവുന്ന ഒരു വചനഭാഗമാണ്. അവിടുന്ന് പറയുന്നതനുസരിച്ച് അവർ വല വഞ്ചിയുടെ വലതുവശത്തിടുന്നു. അവർക്ക് വേണ്ടുവോളം, വേണ്ടതിലധികം മത്സ്യം ലഭിക്കുന്നു. അതിനുശേഷമുള്ള ഭാഗം ഏറെ മനോഹരമാണ്. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. ഈ ഒരു രംഗം ഒന്ന് ഭാവനയിൽ കണ്ടാൽ എത്ര മനോഹരമാണ്. ഇതാ ദൈവം തന്നെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർക്ക് ഭക്ഷണം ഒരുക്കി വയ്ക്കുന്നൊരു കാഴ്ച, ആ ഭക്ഷണം പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് സൗഹൃദം പുലർത്തുന്ന മറ്റൊരു ദൈവം ഈ ഭൂമിയിലില്ല. അത് യേശു മാത്രമാണ്. ഈ ശിഷ്യന്മാരെല്ലാം അവിടുത്തെ ഉപേക്ഷിച്ചു പോയവരാണ്. എന്നിട്ടും യേശു ഉദ്ധിതനായ ശേഷം ആദ്യം അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം വച്ചു വിളമ്പി കൊടുക്കുന്നു. ഇത് തമ്പുരാൻ്റെ സൗഹൃദത്തിൻ്റെ വലിയ ഒരു പ്രത്യേകതയാണ്. ഈ സ്നേഹം അനുഭവിക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പത്രോസിനും യാക്കോബിനും യോഹന്നാനും. എവിടെയൊക്കെ ദൈവം കടന്നു ചെന്നിട്ടുണ്ടോ, യേശു കടന്നു പോയിട്ടുണ്ടോ, അവിടെയെല്ലാം ഈ 3 ശിഷ്യന്മാർ പ്രത്യേകം ഉണ്ടായിരുന്നു. ഇവിടെയുമുണ്ട്. ഈ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണും. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവെ, ആരാണ് നിന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായം 20 മുതലുള്ള വചനഭാഗമാണ്. യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നു എന്ന് വചനം പറയുന്നു. തന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നവൻ ആരെന്നുള്ള വലിയ രഹസ്യം പോലും യേശു യോഹന്നാനോട് പറഞ്ഞുവത്രേ. സുഹൃത്തുക്കളുടെ ഇടയിൽ മറയ്ക്കപ്പെടേണ്ട രഹസ്യങ്ങളൊന്നുമില്ലല്ലോ, അവരെല്ലാം പരസ്പരം പങ്കുവയ്ക്കും. ഇവിടെ യോഹന്നാനോടും യേശു ആ വലിയ രഹസ്യം പോലും പങ്കുവച്ചു. യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നു. അതും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടക്കുന്ന, യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൗഹൃദം, പ്രിയമുള്ളവരെ,
നമ്മിലും രൂപപ്പെടട്ടെ. ഇങ്ങനെയാണ് പറയുക, യോഹന്നാൻ തൻ്റെ അവസാന കാലഘട്ടം പാത്മോസ് എന്ന് പറയുന്ന ദ്വീപിലായിരുന്നു. അവിടെ വിപ്രവാസത്തിൽ കഴിയുമ്പോൾ എല്ലാ ഞായറാഴ്ചയും യോഹന്നാൻ്റെ അടുത്തേക്ക് ആളുകൾ വരും, അദ്ദേഹത്തിൽ നിന്നും ഉപദേശം സ്വീകരിക്കാൻ. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ അവസാനത്തെ ആളാണല്ലോ യോഹന്നാൻ. അതുകൊണ്ട് ഈ ശിഷ്യൻ്റെ അടുത്തേക്ക് എല്ലാ ഞായറാഴ്ചയും ആളുകളെത്തും. ഇവർ എത്ര പേരുണ്ടെങ്കിലും എത്ര സമയം അദ്ദേഹത്തിൻ്റെ അരികിലുണ്ടെങ്കിലും അവരോട് യോഹന്നാൻ ഒരു കാര്യമേ പറയാനുള്ളൂ: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. കൂടെയുള്ള വ്യക്തികൾ യോഹന്നാനോട് ചോദിച്ചു, ഇതുതന്നെയാണല്ലോ അങ്ങ് എന്നും പറയുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ ജനം എന്ന് അങ്ങയുടെ അടുത്തേക്ക് വന്നാലും ഇതിൽ കൂടുതലൊന്നും അങ്ങേക്ക് പറയാനില്ല. പ്രിയമുള്ളവരെ, യോഹന്നാൻ കൊടുത്ത മറുപടി ഇതാണ്: യേശുവും അതല്ലാതെ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 35-ാം തിരുവചനം ഇതാണ്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് യോഹന്നാൻ അത് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതിൽ കൂടുതലൊന്നും യേശു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്നും എപ്പോഴും നാം ഓരോരുത്തരോടും സൗഹൃദം പുലർത്താൻ ആഗ്രഹിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തിരികെ ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലും രൂപപ്പെടട്ടെ. നമുക്കറിയാം, ഒരു വ്യക്തിയുമായിട്ട് ആഴമായ സൗഹൃദത്തിലായാൽ പിന്നെ ആ വ്യക്തിയെ നോവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ട് പോലും ആ വ്യക്തിയെ മുറിപ്പെടുത്തുന്ന ഒന്നും നമ്മൾ ചെയ്യില്ല. യേശുവുമായിട്ട് ഏറെ ആഴത്തിലുള്ള ഒരു ബന്ധം നമ്മൾ രൂപപ്പെട്ടാൽ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. അവനെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന എല്ലാം നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. അവനിഷ്ടമുള്ളത് മാത്രം ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. പ്രിയമുള്ളവരെ, അതുമാത്രമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പോലെ ഈശോയുമായിട്ട് അടുത്ത ഒരു ബന്ധം പുലർത്താൻ നമുക്ക് പറ്റട്ടെ. അങ്ങനെയെങ്കിൽ ഒരിക്കലും അവിടുന്ന് നമ്മിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും, ദൈവിക രഹസ്യങ്ങൾ പോലും യേശു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ആഴമായ ഒരു ബന്ധത്തിലേക്ക്, യേശുവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മുടെ ജീവിതം വളരട്ടെ. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലൂടെ, ദൈവ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ ഒക്കെ അങ്ങനെ ഒരു ബന്ധത്തിൽ വളരാൻ നമുക്ക് പറ്റും. ഒരിക്കലും യേശുവിനെ ഇഷ്ടപ്പെടാത്ത ഒന്നും നമുക്ക് ചെയ്യാതിരിക്കാം. അവൻ്റെ തിരുഹൃദയത്തിന് ചേർന്ന വിധം ജീവിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ ആഴമേറിയ ഒരു സൗഹൃദം നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനുമായിട്ട് രൂപപ്പെടട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് ഈ ദിനം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.